في قرآنه الكريم ولو شاء ربك لآمن من في الأرض كلهم جميعا أفأنت تكره الناس حتى يكونوا مؤمنين صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കി വച്ചിട്ടുള്ളത് പോലെ തന്നെ ഇസ്ലാം സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥയാണ്, ഒരു ജീവിത ക്രമമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കേവലം ആരാധനകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ആത്മീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കും വെളിച്ചം വീശുന്ന ഒരാശയമാണ്, ഒരു ജീവിതക്രമമാണ് ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിലെ ആത്മീയത നമുക്കറിയാം, ഇസ്ലാമിലെ ആരാധനകളും നമുക്കറിയാം. അതിനെ സംബന്ധിച്ച് സവിസ്തരം പറയേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇസ്ലാമിലെ ആത്മീയത വളരെ പവിത്രമാണ്. ഇസ്ലാമിലെ ഇബാദത്തുകളും വളരെ പവിത്രമാണ്. എത്രമാത്രം അത് പവിത്രമാണോ, എത്രമാത്രം അത് നല്ലതാണോ, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയും വളരെ വ്യവസ്ഥാപിതമാണ്, പവിത്രമാണ്. ഇസ്ലാമിൻ്റെ സാമൂഹ്യ വ്യവസ്ഥകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം എന്ന് മാത്രം. അതിൻ്റെ സാമൂഹ്യ നിയമങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ഇതേപോലെ തന്നെ പവിത്രമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സങ്കല്പങ്ങളും. ലോകത്ത് വന്ന പ്രവാചകന്മാരെ സംബന്ധിച്ചൊന്ന് പഠിക്കുക. ഈ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത് ആത്മീയമായ കാര്യങ്ങൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ആരാധനകളെ സംബന്ധിച്ച് മാത്രമായിരുന്നു പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത്? ഒരിക്കലുമല്ല. ആത്മീയമായ കാര്യങ്ങൾ അവർ പ്രബോധനം ചെയ്തു, ആരാധനാപരമായ കാര്യങ്ങൾ അവർ പ്രബോധനം ചെയ്തു. അതോടൊപ്പം തന്നെ സാമൂഹ്യമായ മാറ്റത്തിന് വേണ്ടിയും അവർ ശബ്ദിച്ചു. രാഷ്ട്രീയമായ ഒരു പവിത്രത, അതിനു വേണ്ടിയും അവർ പണിയെടുത്തു. എല്ലാവരെയും പിടിച്ച് മുസ്ലിങ്ങളാക്കുക എന്ന ഒരു ലക്ഷ്യം മുമ്പിൽ വച്ചുകൊണ്ട് ഒരു പ്രവാചകന്മാരും പണിയെടുത്തിട്ടില്ല. ഞാനിവിടെ ഓതി വച്ച ആയത്ത് സൂറത്ത് യൂനുസിലെ 99-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്,
വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമിഅ. അല്ലാഹു ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ, അതായത് അല്ലാഹു തീരുമാനിച്ചാൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും മുസ്ലിങ്ങളായിട്ട് മാറും. എന്നിരിക്കെ അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, നീ അവരെയൊക്കെ മുസ്ലിങ്ങളാക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണോ? ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ചവന്റെ ചോദ്യമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മുസ്ലിങ്ങളാകാൻ വേണ്ടി ഇവിടെയുള്ള മനുഷ്യരെ നീ നിർബന്ധിക്കുകയാണോ? അല്ലാഹ് ഉദ്ദേശിച്ചാൽ എല്ലാവരും മുസ്ലിങ്ങളായിട്ട് മാറും എന്നിരിക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ പ്രവാചകന്മാർ വന്നത് നിർബന്ധിച്ച് ആളുകളെ മതം മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് എന്ന് പിൽക്കാലഘട്ടത്തിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു രേഖപ്പെടുത്തി വച്ചു. ഇത് ഒരായത്തല്ല, സമാനമായ ഒരുപാട് ആയത്തുകൾ വേറെയുമുണ്ട്. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരായത്താണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ ബലപ്രയോഗമില്ല, മതത്തിൽ ബലപ്രയോഗമില്ല, ആത്മീയതയിൽ ബലപ്രയോഗമില്ല. ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. ഇഷ്ടമുള്ളവർക്ക് നന്ദിയുള്ളവരാകാം, ഇനി ഇഷ്ടമില്ലാത്തവർക്ക് നന്ദി കെട്ടവരായിട്ട് ജീവിക്കാം. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അള്ളാഹു ഈ ലോകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം വിധി വരിക നാളെ പരലോകത്താണ്. അതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന് മാത്രമേ അറിയൂ. നമുക്കവിടെ വിധി പറയാൻ സാധ്യമല്ല. അത് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. അപ്പോൾ മതത്തിൽ ബലാത്കാരമില്ല എന്ന് പറയുമ്പോൾ തന്നെ സാമൂഹ്യ വിഷയത്തിലോ രണ്ട് വിഷയമാണ്. ഒന്ന് മതം, മറ്റൊന്ന് സാമൂഹ്യ വിഷയം. അല്ലെങ്കിൽ ഒന്ന് മതം, മറ്റൊന്ന് രാഷ്ട്രീയ വിഷയം. നമ്മൾ പലപ്പോഴും പറയും മതം ഒന്ന് വേറെയാണ്, രാഷ്ട്രീയം ഒന്ന് വേറെയാണ്. രാഷ്ട്രീയം എന്നത് നമ്മളായിട്ടുണ്ടാക്കിയത്, മതം എന്നത് ദൈവം നമുക്ക് തന്നത്. അങ്ങനെയാണോ ഇസ്ലാം? ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ അകത്ത് സാമൂഹ്യ ക്രമമുണ്ട്, അതിൻ്റെ അകത്ത് കുടുംബ സംവിധാനമുണ്ട്. അപ്പോൾ നമ്മളായിട്ട് ഒന്നും ഉണ്ടാക്കേണ്ടതില്ല, നമ്മളായിട്ട് പുതിയ ഒരാശയത്തെ കൊണ്ടുവരേണ്ടതില്ല. നമ്മളായിട്ട് പുതിയ ഒരാശയത്തെ കൊണ്ടുവരുമ്പോഴാണ് അത് ബിദ്അത്തായിട്ട് മാറുക. ബിദ്അത്ത് മതരംഗത്തുണ്ട്, ബിദ്അത്ത് സാമൂഹ്യ രംഗത്തുണ്ട്, ബിദ്അത്ത് രാഷ്ട്രീയ രംഗത്തുണ്ട്, ബിദ്അത്ത് ഭരണരംഗത്തൊക്കെയുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പുതിയ പുതിയ ആചാരങ്ങളെയാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയുക. അപ്പോൾ മതം എന്നത് ഒന്ന് വേറെയാണ്, രാഷ്ട്രീയം എന്നത് വേറെയാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ക്രമം വേറെയാണ്. മതമാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്, ബാക്കിയൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന സിദ്ധാന്തം ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ശരിയല്ല. ബാക്കിയുള്ള മതങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ശരിയാകാം, തെറ്റാകാം. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ അകത്തെ ആത്മീയത, അതിൻ്റെ അകത്തെ ആരാധനാ മേഖല, അതിൻ്റെ അകത്തെ സാമൂഹ്യ ക്രമം, അതിൻ്റെ അകത്തെ രാഷ്ട്രീയ സിദ്ധാന്തം, അതിൻ്റെ അകത്തുള്ള ഭരണക്രമം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിൽ വന്ന പ്രവാചകന്മാരിലൂടെ മനുഷ്യരെ പഠിപ്പിച്ചതാണ്. അങ്ങനെ വന്ന പ്രവാചകനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അത് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നു. കേവലം തത്വങ്ങൾ പറഞ്ഞു പോകാതെ 23 വർഷത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം നമുക്കതിനെ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നു. 10 വർഷക്കാലം, ഏതാണ്ട് 13 വർഷക്കാലം അദ്ദേഹം മക്കയിൽ പണിയെടുത്തു. അദ്ദേഹം 2 മേഖലയെ കേന്ദ്രീകരിച്ചു. ഒന്ന് മതമേഖല, മറ്റൊന്ന് സാമൂഹ്യ മേഖല. മതമേഖലയിൽ തിന്മകളുണ്ട്. യഥാർത്ഥ ആത്മീയത വിട്ട് മനുഷ്യനിർമ്മിത ആത്മീയതകൾ, അതിൻ്റെ പുറകെ മനുഷ്യർ പോകുന്നു. മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന പുരോഹിത വർഗം, അതിനെതിരെ ആ പ്രവാചകൻ ശബ്ദിക്കുന്നുണ്ട്, പ്രബോധനം ചെയ്യുന്നുണ്ട്. അതേപോലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗം 2ാമത്തെ മേഖലയാണ്. അവിടെയും വഞ്ചകരും ചൂഷകരും പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയും ആ പ്രവാചകൻ ശബ്ദിക്കുന്നു, പ്രബോധനം ചെയ്യുന്നു. അപ്പോൾ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പണിയെടുക്കാത്ത ഒരു പ്രവാചകനെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. കേവലം മതരംഗത്ത് മാത്രം, ആത്മീയ രംഗത്ത് മാത്രം ശുദ്ധീകരണ
പ്രക്രിയ നടത്തിയ ഒരു പ്രവാചകനെയും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. എല്ലാ പ്രവാചകന്മാരും മതരംഗം പോലെ, ആത്മീയ രംഗം പോലെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഇടപെട്ടു. അവിടെയും ശുദ്ധീകരിക്കാൻ അവർ പണിയെടുത്തു, ശ്രമിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാമൂഹ്യ രംഗത്തിന്റെ മാറ്റത്തിന് വേണ്ടി പണിയെടുക്കുന്നു. മക്കയിൽ നിന്ന് അദ്ദേഹത്തിന് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു. സഹാബിമാരൊക്കെ അങ്ങനെ മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. ഈ മദീനയിലേക്ക് പലായനം ചെയ്തിട്ട് അവിടെ എന്താണ് സംഭവിച്ചത്? മക്കയിൽ 10-13 വർഷക്കാലം സാധ്യമാകാതിരുന്ന ഒരു വമ്പിച്ച നേട്ടം അല്ലെങ്കിൽ ലക്ഷ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബിമാർക്കും മദീനയിൽ നേടിയെടുക്കാൻ സാധിച്ചു. അതിൻ്റെ പേരാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ പ്രവാചകൻ അവിടെ സ്ഥാപിക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രം എന്ന ആ സങ്കല്പം ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എങ്ങനെയാണ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചത്? നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ 2 തരം അധ്യായങ്ങൾ ഖുർആനിലുണ്ട്. ഒന്നാമത്തേത് മക്കി സൂറകൾ, രണ്ടാമത്തേത് മദനി സൂറകൾ. അതായത് മദീനയിൽ അവതരിച്ച സൂറകൾ, മക്കയിൽ അവതരിച്ച സൂറകൾ. മക്കയിൽ അവതരിച്ച സൂറകളുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം തൗഹീദാണ്, ആഖിറത്താണ്, അഥവാ ഏകദൈവത്വം, അതേപോലെ പരലോകത്തെ സംബന്ധിച്ച്. അപ്പോൾ മക്കയിൽ നടന്നത് സംസ്കരണ പ്രവർത്തനമാണ്. ഏകദൈവത്വം പഠിപ്പിക്കുന്നു, പരലോകത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സദക്കയെ സംബന്ധിച്ചും നല്ല സ്വഭാവ രൂപീകരണം അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ആയത്തുകൾ അവതരിച്ചത് മക്കയിൽ വച്ചാണ്. മദീനയിൽ വച്ചോ? മദീനയിൽ ഇറങ്ങിയ ആയത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിയമങ്ങളാണ്. സിവിൽ നിയമങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ, രാഷ്ട്രീയ നിയമങ്ങൾ, ഭരണപരമായ നിയമങ്ങൾ, കുടുംബ നിയമങ്ങൾ, വൈവാഹിക നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ഒരു അവതരണം നടന്നത് മദീന സൂറകളിലാണ്. എന്ന് പറഞ്ഞാൽ മദീന സൂറകളിൽ മുഴുവൻ നിയമങ്ങളാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. മഹാഭൂരിപക്ഷവും ആയത്തുകൾ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. യഹൂദരെ സംബന്ധിച്ച്, ക്രൈസ്തവരെ സംബന്ധിച്ച്, അവർക്ക് സംഭവിച്ച അപജയങ്ങളെ സംബന്ധിച്ചൊക്കെ ആയത്തുകളുണ്ട്. അപ്പോൾ മദീനയിൽ വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ അവിടെ സ്ഥാപിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സ്ഥാപിച്ചത്? ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്കിടയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്ര സങ്കല്പമാണോ അത്? അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നിട്ട് ആദ്യം ചെയ്ത പണി അവിടെയുള്ള ബഹുദൈവ ആരാധകർ, അവിടെയുള്ള ക്രൈസ്തവർ, അവിടെയുള്ള യഹൂദർ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഐക്യത്തിൻ്റെ, ഒരുമയുടെ, സ്നേഹത്തിൻ്റെ സന്ദേശമാണ് അദ്ദേഹം പകർന്നു കൊടുത്തത്. അവിടുത്തെ ക്രൈസ്തവരെയും യഹൂദരെയും അതുപോലെ ബഹുദൈവ ആരാധകരെയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വരുമ്പോൾ മദീനയിൽ മഹാഭൂരിപക്ഷവും ഈ പറഞ്ഞ മതവിഭാഗക്കാരാണ്. യഹൂദരുണ്ട്, ക്രൈസ്തവരുണ്ട്, പക്ഷെ അതേപോലെ തന്നെ ബഹുദൈവ ആരാധകരുണ്ട്. എന്നാൽ മുസ്ലിങ്ങളാണ് ന്യൂനപക്ഷം. ചരിത്രം പറയുന്നു 10,000 ജനസംഖ്യയെന്ന്. 10,000, വെറും 10,000 ജനസംഖ്യ. ഈ 10,000 ജനസംഖ്യയിൽ 3,500-ൽ പരം യഹൂദർ അവിടെ ഉണ്ടായിരുന്നു. 2,000 ചിലാനും ക്രൈസ്തവർ അവിടെ ഉണ്ടായിരുന്നു. 1,500-ൽ താഴെ മുസ്ലിങ്ങൾ, ബാക്കി ബഹുദൈവ ആരാധകർ. ഇതാണ് ഇസ്ലാമിക ചരിത്രം അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, എല്ലാവരെയും പിടിച്ച് മുസ്ലിം ആക്കിയിട്ടല്ല ഒരു ഇസ്ലാമിക രാഷ്ട്രം പ്രവാചകൻ മദീനയിൽ സ്ഥാപിച്ചത്. അപ്പോൾ ഈ 10,000 ജനസംഖ്യയിൽ ഏറ്റവും ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബദർ യുദ്ധം. ഈ ബദർ യുദ്ധം നടന്നത് ഇസ്ലാമിക രാഷ്ട്രം ആയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രമായ ശേഷം 2 വർഷം കഴിഞ്ഞിട്ടും ബദർ യുദ്ധത്തിന് വേണ്ടി പോകാൻ 300 ചിലാനും പേർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? 300 ചിലാനും, ഏതാണ്ട് 313, 312 അങ്ങനെയൊക്കെയാണ് കണക്ക്. അപ്പം അത്രയും പേരേ ഉള്ളൂ മുസ്ലിങ്ങളായിട്ട്. ബാക്കി മഹാഭൂരിപക്ഷവും മറ്റ് മതവിഭാഗക്കാരാണ്. ഈ മതവിഭാഗക്കാരെ പ്രവാചകൻ ചേർത്ത് പിടിച്ചു, അവരൊക്കെ സപ്പോർട്ട് ചെയ്തു, അവരൊക്കെ പിന്തുണച്ചു.
അവരുടെ പിന്തുണയോടുകൂടി യഹൂദരുടെ പിന്തുണ, ക്രൈസ്തവരുടെ പിന്തുണ, ബഹുദൈവ ആരാധകർ അവരുടെ പിന്തുണ, ആ പിന്തുണയോടുകൂടിയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ ഭരണാധികാരിയായിട്ട് മാറിയത്. ഖിലാഫത്ത്, അള്ളാഹുവിന്റെ ഭരണക്രമത്തിന്റെ പേരാണ് ഖിലാഫത്ത്. ആ ഖിലാഫത്ത് വ്യവസ്ഥിതി പ്രവാചകൻ മദീനയിൽ സ്ഥാപിച്ചത് ഈ രൂപത്തിലാണ്. അല്ലാതെ വാളെടുത്ത് ഞാനിപ്പോ ഖലീഫയാണ്, ഞാൻ ഖലീഫയായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്നു, എല്ലാവരും എന്നെ അനുസരിക്കണം, ഇല്ലെങ്കിൽ കൊന്നുകളയും, വാളെടുത്ത് ഊരിപ്പിടിച്ച വാളുമായിട്ട് എല്ലാവരെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി, അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക രാഷ്ട്രത്തെ സ്ഥാപിച്ചത്. എല്ലാവരുടെയും പിന്തുണയോടെ, ആർക്കും എതിരായിട്ട് അഭിപ്രായങ്ങളില്ല. അഭിപ്രായമുള്ളവരുണ്ട്, പക്ഷേ അവർ ന്യൂനപക്ഷമായിരുന്നു. മഹാഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടെ മുസ്ലിങ്ങൾക്ക് മദീനയുടെ അധികാരം കിട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖലീഫയായ ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനം, അത് ഇന്നും രേഖപ്പെട്ട് കിടക്കുകയാണ്. ആ പ്രഖ്യാപനം എന്താണ്? ഈ രാജ്യം നമ്മുടേതാണ്. നമ്മുടേത് എന്ന് പറയുമ്പോൾ മദീന എന്ന രാജ്യം നമ്മുടേത്. നമ്മുടേത് എന്ന് പറയുമ്പോൾ ആരുടേത്? ആ രാജ്യത്തുള്ളവരുടേത്, അല്ലാതെ മുസ്ലിങ്ങളുടേത് എന്ന അർത്ഥമില്ല. ഈ രാജ്യം നമ്മുടേത് എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്തെ ജനിച്ച് ഈ രാജ്യത്തെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരുടേതും. അത് ക്രൈസ്തവരാകട്ടെ, യഹൂദരാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, ഇനി മറ്റ് മതവിഭാഗക്കാരാകട്ടെ, എല്ലാവരുടേതുമാണ് ഈ രാജ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭരണഘടനയുണ്ടാക്കി. ആ ഭരണഘടനയിൽ അദ്ദേഹം വളരെ കൃത്യമായി എഴുതി ചേർത്തു, ഈ രാജ്യത്ത് ക്രൈസ്തവർക്ക് അവരുടെ മതവിശ്വാസ പ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ രാജ്യത്ത് ക്രൈസ്തവർക്ക് അവരുടെ വിശ്വാസപ്രകാരം ആരാധനകൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആരും തടയില്ല. ഈ രാജ്യത്തെ യഹൂദർക്ക് അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാനുള്ള അനുവാദമുണ്ട്. ഈ രാജ്യത്ത് ബഹുദൈവ ആരാധകർക്ക് അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കും, മതസ്വാതന്ത്ര്യം. ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ആരോ ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരണം പ്രവാചകന്മാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര കഥയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ആഹാരം കഴിക്കുമ്പോൾ അതിഥിയായിട്ട് ആരെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഒരതിഥിയെ സൽക്കരിക്കാതെ അദ്ദേഹം ആഹാരം കഴിക്കാറില്ല. പരമാവധി അദ്ദേഹത്തിന്റെ കൂടെ ഒരു അതിഥി ഉണ്ടായിരിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഒരു ദിവസം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക, തൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട്. അപ്പോൾ ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ അള്ളാനെ ഓർക്കണം, ബിസ്മി ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്നു, അള്ളാഹുവിനെയോ ബിസ്മിയോ? ആരാണ് ഈ അള്ളാഹു? എനിക്കറിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദേഷ്യപ്പെട്ടു, നിനക്ക് അള്ളാഹിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നീ ആഹാരം കഴിക്കണ്ട, നീ എഴുന്നേറ്റ് പോയിക്കൊള്ളുക. അങ്ങനെ ആഹാരം കൊടുക്കാതെ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ജിബ്രീൽ എന്ന മാലാഖ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരുന്നു. അദ്ദേഹത്തോട് പറയുന്നു, ഇബ്രാഹിമേ, കുറെ വർഷങ്ങളായി അദ്ദേഹം ജനിച്ച നാള് തൊട്ട് അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിന് ആഹാരം കൊടുക്കുന്നുണ്ട്, ഒരു പ്രയാസവും കൂടാതെ. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആ മനുഷ്യന് യഥാർത്ഥ റബ്ബായ അള്ളാഹു ആഹാരം കൊടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ആഹാരം കൊടുക്കാതിരിക്കാൻ നിനക്കെന്ത് ന്യായം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാപ്പ് ചോദിക്കുകയും അദ്ദേഹത്തെ ഓടിച്ചെന്ന് കണ്ടുപിടിക്കുകയും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയും സുഭിക്ഷമായിട്ട് ആഹാരം കൊടുത്ത് തൃപ്തിയോടെ പറഞ്ഞയക്കുകയും ചെയ്തു എന്ന ചരിത്രം. ഇത് ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതുപോലെയുള്ള, അല്ലെങ്കിൽ മഹാന്മാരുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ധാരാളം ചരിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എല്ലാവരെയും ഉൾക്കൊള്ളുന്നു ഇസ്ലാം, സാമൂഹ്യമായിട്ട് രാഷ്ട്രീയമായിട്ട്. അവിടെ നിർബന്ധിച്ച് എൻ്റെ മതക്കാരെ മാത്രം, മുസ്ലിങ്ങളെ മാത്രം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച മദീന കരാറ് രാജ്യമായ ശേഷം എല്ലാവർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും അവരവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാം. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം എല്ലാവരെയും ചേർത്ത് പിടിച്ച് അദ്ദേഹം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ സ്ഥാപിച്ചത്.
ഇനി ഒരു ചോദ്യം ഇതാണ്, ലോകത്ത് ഇത്രയധികം സമാധാനം നിറഞ്ഞ ഒരു രാജ്യസങ്കല്പം, ഒരു ഭരണക്രമം വേറെ ഉണ്ടായിട്ടുണ്ടോ? ഈ രാജ്യം ഉണ്ടായ ശേഷം, ഒരു ഇസ്ലാമിക രാഷ്ട്രമായ ശേഷം, ആ രാഷ്ട്രത്തിന് വേണ്ടതായ നിയമങ്ങളാണ് പിന്നീട് ഖുർആനിൽ ഇറങ്ങിയത്. എല്ലാ ആയത്തുകളും അങ്ങനെയാണ് എന്ന അർത്ഥമില്ല. പക്ഷെ ഒരു രാഷ്ട്രത്തിന് എന്തൊക്കെ വേണം? ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം? ആ ഭരണക്രമം എങ്ങനെയായിരിക്കണം? ആ രാജ്യത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എങ്ങനെയായിരിക്കണം? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പല സംവിധാനങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തി. അതിലൊരു സംവിധാനമാണ് സക്കാത്ത് സിസ്റ്റം, സക്കാത്ത് സംവിധാനം. രണ്ടാമത്തെ ഒരു സിസ്റ്റമാണ് വഖഫ് സംവിധാനം. മറ്റൊരു സിസ്റ്റമാണ് സദക്ക. എനിക്ക് ഒരാളെ കാണുമ്പോൾ സദക്ക ചെയ്യാം, എനിക്ക് വഖഫ് ചെയ്യാം. പിന്നെ മറ്റൊന്നാണ് ഹദിയ. ഈ ഒരു സംവിധാനത്തിലൂടെ സക്കാത്ത്, വഖഫ്, സദക്ക, ഹദിയ, ഇതുമായി ബന്ധപ്പെട്ട സവിസ്തരമായ ആയത്തുകളൊക്കെ അവതരിച്ചത്, സക്കാത്തുമായി ബന്ധപ്പെട്ട സവിസ്തരമായ അതിൻ്റെ പ്രായോഗിക രൂപം കൃത്യമായി അവതരിച്ചത് മദീന എന്ന ഇസ്ലാമിക രാഷ്ട്രമുണ്ടായ ശേഷമാണ്. ആ സിസ്റ്റം വളരെ കൃത്യമായി പ്രവർത്തിച്ചത്. അങ്ങനെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുക, ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അടിസ്ഥാന വർഗത്തിന്റെ പുരോഗതിയാണ്, വികസനമാണ്. ആ വികസനത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തത്വങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം കാണിച്ചു കൊടുത്തു. പടിപടിയായി ദാരിദ്ര്യത്തെ മാറ്റിയെടുക്കുന്ന പ്രക്രിയയിൽ അദ്ദേഹം ഏർപ്പെട്ടു. ഒരു രാജ്യത്തിന്റെ ആ ഒരു ചട്ടക്കൂടിൽ ജീവിക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യർക്ക് എന്താ വേണ്ടത്? അഭിമാനം വേണം. അവിടെയുള്ള മനുഷ്യർക്ക് അവരുടെ സമ്പത്ത്, അത് സമ്പാദിക്കാനുള്ള, ആ സമ്പത്ത് സൂക്ഷിക്കാനുള്ള അവകാശം വേണം. ആ രാജ്യത്തുള്ള മനുഷ്യർക്ക് അവരുടെ ജീവൻ, അതിന് വിലയുണ്ടാവണം. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച 3 കാര്യങ്ങൾ പവിത്രമാണ്, തൊട്ടുകളിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം ഒരു മനുഷ്യന്റെ ജീവനാണ്. ആ ജീവൻ പവിത്രമാണ്, അപഹരിക്കാൻ പാടില്ല. രണ്ടാമത്തേതൊരു മനുഷ്യന്റെ അഭിമാനമാണ്, അഭിമാനം പിച്ചു ചീന്താൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റ് ഒരു മനുഷ്യന്റെ സമ്പത്താണ്, അത് അപഹരിക്കാൻ പാടില്ല. അപ്പൊ എൻ്റെ സമ്പത്തിന് സുരക്ഷിതത്വം, എൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഭരണക്രമം, എൻ്റെ ജീവന് വില കൽപ്പിക്കുന്ന ഒരു സിസ്റ്റം ഒരു മനുഷ്യന്റെ ആഗ്രഹമല്ലേ, ഒരു മനുഷ്യന്റെ അവകാശങ്ങളല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാഷ്ട്രസങ്കല്പത്തിൽ ഈ പറയുന്ന സംഗതികളെ പവിത്രമാക്കി വെച്ചു. അപ്പൊ ഇങ്ങനെ പ്രവർത്തിച്ച ഒരു രാജ്യസങ്കല്പം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചരിത്രം പഠിക്കൂ. ഈ ദാരിദ്ര്യത്തെ എന്ന് പറയുമ്പോൾ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്, അദ്ദേഹത്തിന്റെ ഒരു ഭരണ കാലഘട്ടമുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം എത്തിയപ്പോൾ സക്കാത്ത് മേടിക്കാൻ ആളില്ല. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സക്കാത്ത് മേടിക്കാൻ ആളില്ലാത്ത ഒരു സാമൂഹിക ക്രമത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റൂ? അതായത് സമ്പത്തുള്ളവരാണ്, ആരും സക്കാത്തിന് അർഹരല്ല. അവിടെ കണക്കെടുപ്പ് നടത്തിയപ്പോ സക്കാത്ത് മേടിക്കാനായിട്ട് പാവപ്പെട്ട മിസ്കീൻ, ഫക്കീർ ആ പ്രദേശത്തില്ല. ഇങ്ങനെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊണ്ടുവന്ന ഒരു ഭരണക്രമം ലോകത്ത് വേറെയുണ്ടോ? ഈ ഖിലാഫത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം എന്നൊക്കെ പറയുമ്പോൾ, ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഭീകരവാദം, തീവ്രവാദം ഏതൊക്കെ രൂപത്തിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥ ഇസ്ലാമിക രാഷ്ട്രം വളരെ കൃത്യമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചത് അവിടെ കിടക്കുന്നു. ക്രൈസ്തവർക്ക് ക്രൈസ്തവരായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള, മതപരമായ സ്പർദ്ധയില്ലാത്ത, വർഗീയതയില്ലാത്ത, വിദ്വേഷ അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങളില്ലാത്ത, അക്രമമില്ലാത്ത, അരാജകത്വമില്ലാത്ത, സഹിഷ്ണുതയുള്ള, സ്നേഹമുള്ള, സാഹോദര്യമുള്ള, അങ്ങനെ പരസ്പര അനുകമ്പയുള്ള ഒരു സാമൂഹ്യ ക്രമത്തെ സൃഷ്ടിക്കുക എന്നത് ഇവിടുത്തെ കമ്മ്യൂണിസമാകട്ടെ, മുതലാളിത്തമാകട്ടെ, ഈ ലോകത്തെ നിയന്ത്രിച്ച ഏകാധിപതികളാകട്ടെ, രാജാക്കന്മാരാകട്ടെ, അവരൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചു എന്നല്ലാതെ പ്രയോഗവൽക്കരിച്ചോ? അങ്ങനെ പ്രയോഗവൽക്കരിച്ച ഏതെങ്കിലും ഒരു ഇസമുണ്ടോ? ഇങ്ങനെ മൈക്ക് വച്ച് കെട്ടിയിട്ട് വലിയ വായിൽ ജനാധിപത്യത്തെ സംബന്ധിച്ച് മതേതരത്വം അല്ലെങ്കിൽ സ്നേഹം, കാരുണ്യം, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്, സമത്വം, സാഹോദര്യം, അതിനെ സംബന്ധിച്ച് നീണ്ട പ്രഭാഷണങ്ങളൊക്കെ നടത്തിയ മഹാന്മാരുണ്ട്.
പക്ഷെ പ്രയോഗവൽക്കരിച്ചതോ അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്നത് സത്യസന്ധമായ വിലയിരുത്തലാണ്. മനുഷ്യർ സമാധാനത്തോടെ ജീവിച്ചത്, മനുഷ്യർക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടായത്. നമുക്കറിയാം, പലിശ എന്നത് ഒരു ചൂഷണ സമ്പ്രദായമാണ്. പലിശയിലൂടെ ഒരു രാജ്യം, അതായത് കേവല പലിശയല്ല ഞാൻ പറയുന്നത്, ഒരു രാഷ്ട്രം തന്നെ പലിശയ്ക്ക് നേതൃത്വം കൊടുക്കുക. ഇപ്പൊ അങ്ങനെയാണല്ലോ ബാങ്കുകൾ പലിശ എന്നിട്ട് പറയുന്നത് പലിശ ഒരു സേവനമാണ്. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർക്ക് ഞങ്ങൾ ആശ്വാസം നൽകുന്നു, കടം കൊടുക്കുന്നു, അത് അവനൊരു ആശ്വാസമല്ലേ. അപ്പോ പലിശ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ക്രമമായിട്ട് മാറുകയും ആ രാഷ്ട്രത്തിന്റെ അകത്തുള്ള ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. അതാരും മനസ്സിലാക്കുന്നില്ല. പലിശ കൊടുത്ത് മുടിയുകയല്ലാതെ പലിശ കൊടുത്തിട്ട് വിജയിച്ച ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമാണോ? പലിശ കൊടുത്തിട്ട് വിജയിച്ച ഒരാളെ, പലിശയ്ക്ക് കടമെടുത്തിട്ട് വിജയിച്ച ഒരാളെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമേയല്ല. പലിശ കൊടുത്ത് അവൻ മുടിഞ്ഞിട്ടേ ഉള്ളൂ, രക്ഷപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ള സാമ്പത്തിക ക്രമം മദീനയിൽ വളരെ വ്യാപകമായിരുന്നു. ആ സന്ദർഭത്തിലാണ് പലിശയുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങിയത്. ഇസ്ലാമിക സാമ്പത്തിക സിദ്ധാന്തത്തിൽ പലിശയില്ല, പലിശ ഹറാം എന്ന് പറയുമ്പോൾ അവിടെ സഹകരണത്തിന്റെ ഒരു സാമ്പത്തിക സിദ്ധാന്തം കൊണ്ടുവരുന്നു. ചൂഷണത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തമല്ല. കടം കൊടുക്കണം, അത് സ്വതക്കയാണ്, അത് പുണ്യമാണ്. പക്ഷെ എപ്പോഴും കടം കൊടുക്കുന്ന, കടം മേടിക്കുന്ന കൈയാവരുത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയാകരുത്, ഇങ്ങനെയാകണം. റസൂൽ പറഞ്ഞതാണ് ഇങ്ങനെയാകണം, ഇങ്ങനെയാകരുത്. എപ്പോഴും കൊടുക്കുന്നവരാകണം, മേടിക്കുന്നവരാകരുത്. അപ്പൊ അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കണം, യാചനയും കടം മേടിക്കലും ഒഴിവാക്കണം. അങ്ങനെ അധ്വാനശീലത്തെ വികസിപ്പിച്ചു, സമ്പാദിക്കാനുള്ള ശേഷിയെ വികസിപ്പിച്ചു. കൊടുക്കുന്നവരാക്കി മാറ്റി മേടിക്കുന്നവർ അവിടെ ഇല്ലാതായിക്കൊണ്ടിരുന്നു. ചൂഷണ വ്യവസ്ഥിതി ഒഴിവാക്കി. ഇതൊക്കെ ഇസ്ലാം മുന്നോട്ട് വെച്ച സാമ്പത്തിക സിദ്ധാന്തങ്ങളാണ്. ഈ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ നടപ്പിലാക്കിയപ്പോൾ സുന്ദരമായ ഒരു ക്ഷേമരാഷ്ട്രം, ഒരു വെൽഫെയർ സൊസൈറ്റി നമുക്കവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഈ ഒരു വെൽഫെയർ സൊസൈറ്റിയെ ആരാണ് നിർമ്മിച്ചത്? ഇസ്ലാമാണ്. അപ്പൊ നമ്മളിപ്പോ ഇസ്ലാം അങ്ങനെ ഉണ്ടാക്കി, ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെ എന്ന് കേവലം പ്രസംഗിക്കേണ്ടവർ മാത്രമല്ല. നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആനയെ കാണുന്ന കുരുടനെ പോലെ അന്ധനായ ഒരു മനുഷ്യൻ ആനയെ കാണുന്നു. അവനിങ്ങനെ തപ്പി നോക്കിയപ്പോ ആകപ്പാടെ കണ്ടത് ആനയുടെ, അവന്റെ കയ്യിൽ പിടുത്തം കിട്ടിയത് ആനയുടെ തുമ്പിക്കൈയാണ്. ആ തുമ്പിക്കൈ നോക്കിയിട്ട് അവൻ പറഞ്ഞു ആനയുടെ രൂപം ഇങ്ങനെയാണ്, ഇതാണ് ആന എന്നവൻ പറയുന്നു. മറ്റൊരാള് അതേപോലെ, മറ്റൊരു കുരുടൻ, 3 പേരാണ് സങ്കല്പിക്കുക. മറ്റൊരാൾ ആനയെ ഇങ്ങനെ കണ്ടപ്പോ തടവി നോക്കിയപ്പോ അവൻ കണ്ടത് ആനയുടെ കാലാണ്. അവൻ പറഞ്ഞു ആനയുടെ രൂപം ഇങ്ങനെയാണ്, ഏതാണ്ട് ഒരു കോല് പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കുരുടന്മാർ ആനയെ കാണുന്ന പോലെ നമ്മൾ ഇസ്ലാമിനെ കാണാൻ പാടില്ല. 5 നേരത്തെ നിസ്കാരം, 5 നേരത്തെ നിസ്കാരം, അതാണ് ഇസ്ലാം ആണോ? അല്ലെങ്കിൽ റമദാൻ മാസത്തിലെ നോമ്പ്, ആ റമദാൻ മാസത്തിലെ നോമ്പിനെ കുറിച്ച് പഠിച്ചു, റമദാൻ മാസത്തിലെ 30 നോമ്പ്, അത് മാത്രമാണ് ഇസ്ലാം ആണോ? അല്ല, ഒരു വർഷത്തിൽ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ആയുസിൽ ഒരിക്കൽ ഹജ്ജിനെ കുറിച്ച് പഠിച്ചപ്പോൾ അത് മാത്രമാണ് ഇസ്ലാം അല്ലല്ലോ. ഒരു മരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ മരത്തിന്റെ ഇലയെടുത്തിട്ട് ഈ മരത്തിന്റെ ഇലയാണ് മരം എന്ന് പറയാൻ കഴിയില്ല, അത് മരത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ മരത്തിന്റെ ചില്ലയെടുത്തിട്ട് ഈ ചില്ലയാണ് മരം എന്ന് പറയാൻ കഴിയില്ല, അത് മരത്തിന്റെ ഒരു ചില്ലയാണ്. മരം എന്ന് പറയുമ്പോൾ തണ്ടും ഇലയും ശിഖിരങ്ങളും വേരുകളും എല്ലാം അടങ്ങിയ ഒരു വടവൃക്ഷമാണ് മരം. ഇതുപോലെയാണ് ഇസ്ലാം. ഇസ്ലാമിൽ ഇബാദത്തുണ്ട്, അത് ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ്. ഇസ്ലാമിൽ ആരാധനകളുണ്ട്, അത് ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ്. ഇസ്ലാമിൽ ആത്മീയതയുണ്ട്, അത് ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ്. അതേപോലെ സമഗ്രത, അതിന്റെ ടോട്ടാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ചേർന്ന സമ്പൂർണമായ ഒരു ജീവിത ക്രമത്തിന്റെ ആ ഒരു ഐഡിയോളജിയുടെ പേരാണ് ഇസ്ലാം എന്നത്. അങ്ങനെ സമ്പൂർണതയിൽ ഇസ്ലാമിനെ വായിക്കാൻ നമുക്ക് സാധിക്കണം. കേവലം ആരാധനയിലും ആത്മീയതയിലും മാത്രം അല്ല നമ്മൾ ഇസ്ലാമിനെ കാണേണ്ടത്. ഇസ്ലാമിന്റെ ഭരണക്രമത്തെ ഇന്ന് വലിയ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നു.
ആ ഭരണക്രമത്തെ, ആ സാമ്പത്തിക സിദ്ധാന്തത്തെ, ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തത്തെ, ഇസ്ലാമിന്റെ സാമൂഹ്യ ക്രമത്തെ നമുക്ക് പുനർവായിക്കാൻ കഴിയണം. നമ്മൾ സവിസ്തരം പഠിക്കണം. ആ ചർച്ചയിൽ നമുക്ക് പറയാൻ കഴിയണം, നമുക്ക് വെല്ലുവിളിക്കാൻ സാധിക്കണം. ഇത്രയും സുന്ദരമായ, ഇത്രയും ജനക്ഷേമ പരമായ ഒരു സിദ്ധാന്തം ലോകത്ത് വേറെ ഉണ്ടായിട്ടുണ്ടോ? ലോകത്ത് പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ചോദിക്കാൻ കഴിയണം. ഇല്ല. അത്രയ്ക്ക് സുന്ദരമായ ഒരു ഐഡിയോളജിയിലാണ് നമ്മളൊക്കെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഐഡിയോളജിയുടെ സമ്പൂർണതയും അതിൻ്റെ സംസ്ഥാപനവുമാണ് നമ്മുടെ ലക്ഷ്യമായി നമ്മളൊക്കെയും സ്വീകരിക്കേണ്ടത്. പടച്ച തമ്പുരാൻ ഈ അള്ളാഹുവിന്റെ ദീനിനെ അതിന്റെ സമ്പൂർണതയിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.